അടിമാലി സർക്കാർ ഹൈസ്കൂളിന്റെ ഭാഗമായി ഹയർ സെക്കൻഡറി അനുവദിക്കുന്ന കാര്യത്തിൽ ഇനിയും നടപടിയില്ല. ഈ സ്കൂളിൽ ഹയർ സെക്കൻഡറി അനുവദിക്കണമെന്ന ആവശ്യത്തിന് നാളുകളുടെ പഴക്കമുണ്ട്. സർക്കാർ ഹൈസ്കൂളിന്റെ ഭാഗമായി ഹയർ സെക്കൻഡറി അനുവദിച്ചാൽ തോട്ടം മേഖലയിലെയും ആദിവാസി ഇടങ്ങളിലെയും ഒക്കെ വിദ്യാർത്ഥികൾക്കത് കൂടുതൽ സഹായകരമാകും. അടിമാലി സർക്കാർ ഹൈസ്കൂളിൽ ഹയർ സെക്കൻഡറി അനുവദിക്കുന്ന കാര്യം അനന്തമായി നീളുന്നു. ഈ സർക്കാർ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി ആക്കണമെന്ന ആവശ്യത്തിന് നാളുകളുടെ പഴക്കമുണ്ട്. അടിമാലി മേഖലയിൽ 2 എയ്ഡഡ് വിദ്യാലയങ്ങളിൽ ഹയർ സെക്കൻഡറി വിഭാഗം പ്രവർത്തിക്കുന്നുണ്ട്. ഇതിനു പുറമെ അടിമാലി സർക്കാർ ഹൈസ്കൂളിൽ കൂടി ഹയർ സെക്കൻഡറി അനുവദിച്ചാൽ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് അടിമാലിയെ ആശ്രയിക്കുന്ന കുട്ടികൾക്കത് കൂടുതൽ സഹായകരമാകും. അത് അപ്ഗ്രേഡ് ചെയ്ത് +2 അനുവദിക്കാനുള്ള വലിയ രീതിയിലുള്ള നടപടികളും ഇടപെടലുകളും പുതിയതായിട്ട് ചുമതലയേൽക്കുന്ന MLAയും പുതിയതായിട്ട് ചാർജ് ഏറ്റെടുക്കുന്ന മന്ത്രിസഭയും തീരുമാനമെടുക്കണം എന്നുള്ളതാണ് ആവശ്യപ്പെടാനുള്ളത്. വെള്ളത്തുവലിലും കുഞ്ചിത്തണ്ണിയിലും ബൈസൺ വാലിയിലും ദേവ്യാർ കോളനിയിലും പൊതുവിദ്യാലയങ്ങളുടെ ഭാഗമായി ഹയർ സെക്കൻഡറി വിഭാഗങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. തോട്ടം മേഖലകളിൽ നിന്നും ആദിവാസി ഇടങ്ങളിൽ നിന്നുമൊക്കെ അടിമാലിയിലെത്തിയ ശേഷം കുട്ടികൾ വീണ്ടും യാത്ര ചെയ്തു വേണം ഈ വിദ്യാലയങ്ങളിലേക്കൊക്കെയും എത്തുവാൻ. യാത്രയ്ക്കായി വേണ്ടുന്ന അധിക സമയത്തിനു പുറമെ യാത്രാക്കൂലിയും കണ്ടെത്തണം. അടിമാലി സർക്കാർ ഹൈസ്കൂളിൽ ഹയർ സെക്കൻഡറി അനുവദിച്ചാൽ വലിയൊരു വിഭാഗം വിദ്യാർത്ഥികളുടെ യാത്രാക്ലേശവും അധിക സാമ്പത്തിക ചെലവും ഒഴിവാക്കാനാകും. അടിസ്ഥാന സൗകര്യ വികസനത്തിന് മതിയായ ഇടമുണ്ടെന്നിരിക്കെ ബന്ധപ്പെട്ടവരുടെ ഭാഗത്തു നിന്നും അനുകൂല ഇടപെടൽ ഉണ്ടാവണമെന്ന ആവശ്യം വീണ്ടും ശക്തിയാർജിക്കുകയാണ്. സിറ്റി വിഷൻ, അടിമാലി.